ഇന്ത്യയുടെ നീലപ്പടയും ഓസ്ട്രേലിയയുടെ മഞ്ഞപ്പടയും തമ്മിൽ ക്രിക്കറ്റ് കളത്തിൽ ഏറ്റുമുട്ടുമ്പോഴെല്ലാം ആവേശവും സമ്മർദ്ദവും അതിര് കടക്കാറുണ്ട്. പ്രത്യേകിച്ച് സെമിഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ ഈ രാജ്യങ്ങൾ ഏറ്റുമുട്ടുമ്പോഴൊക്കെ സമ്മർദ്ദം അതിര് കടക്കുന്നതുകൊണ്ടാകാം ഇന്ത്യക്ക് കിരീട വിജയത്തിന്റെ പടിക്കൽ നിന്നും പരാജയപ്പെട്ട് പിന്മാറേണ്ട സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ മുംബൈയിൽ നടന്ന വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും ഇതേ സമ്മർദ്ദം ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. കരുത്തരായ ഓസീസ് വനിതകൾ ആദ്യം ബാറ്റ് ചെയ്തുയർത്തിയ 337 റണ്ണെന്ന ചെങ്കടൽ ഇന്ന് വരെ ഏതൊരു കളിയിലും 265 കടക്കാത്ത ഭാരതത്തിന്റെ പെൺപടയ്ക്ക് അസാധ്യമെന്ന് ക്രിക്കറ്റ് കളികളിലെ മഹാരഥന്മാർ വിധിയെഴുതി. പരാജയപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ഘനീഭവിച്ചു നിന്ന മത്സരത്തിൽ 134 പന്തുകൾ നേരിട്ടുകൊണ്ട് 127 റൺസ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് ജമീമ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ചപ്പോൾ ജനങ്ങൾ മുഴുവൻ ഹർഷാരവത്തോടെ ജമീമയ്ക്ക് നന്ദി പറഞ്ഞു. മത്സരശേഷം മാച്ച് വിന്നറിന്റെ സമ്മാനം വാങ്ങാൻ വന്ന ജമീമ നിറഞ്ഞ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ കേട്ട് ലോകം മുഴുവൻ ഒരു നിമിഷം അത്ഭുത പരതന്ത്രരായി നിന്നുപോയി. തൻ്റെ കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ജമീമ കളിയുടെ തുടക്കത്തിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയായിരുന്നുവെന്നും എന്നാൽ അവസാനമായപ്പോഴേക്കും തനിക്ക് ഊർജം നഷ്ടപ്പെട്ടുവെന്നും എന്നാൽ താൻ ക്ഷീണിതയായപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതിയെന്ന വചനം ഉരുവിട്ടുകൊണ്ട് താൻ ക്രീസിൽ നിന്നുവെന്നും കർത്താവാണ് തനിക്ക് വേണ്ടി പോരാടിയതെന്നുമായിരുന്നു. അനുഭവത്തിന്റെ മൂശയിൽ ഉരുത്തിരിഞ്ഞ ജമീമയുടെ ചൂടുള്ള വാക്കുകൾ ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ അപദാനം തന്നെയാണ് ജമീമ ഇന്ത്യക്ക് സമ്മാനിച്ച വിജയം. പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ തന്നിൽ ആശ്രയം വെക്കുന്നവർക്ക് വേണ്ടി എഴുന്നള്ളി വരുന്ന ദൈവം ഷദ്രാഖ്, മാഷാഖ്, അബദ്നെഗോ തുടങ്ങിയവർക്ക് വേണ്ടി തീച്ചൂളയിലും ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെങ്കടലിലും ദാനിയലിന് വേണ്ടി സിംഹക്കുഴിയിലും ഇറങ്ങി വന്ന ദൈവം ഊർജം നഷ്ടപ്പെട്ട് തളർന്നു പോയ തനിക്ക് വേണ്ടി നവി മുംബൈയിലെ ഡിവൈ പാർട്ടി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് ക്രീസിലേക്ക് ജമീമയ്ക്ക് വേണ്ടിയും ഇറങ്ങി വന്നുവെന്ന ജമീമയുടെ ജീവസുറ്റ സാക്ഷ്യം ലോകം മുഴുവൻ ഇപ്പോൾ ആവേശത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിലെ സുവിശേഷകനായ ഇവാൻ റോഡ്രിഗസിന്റെ മകളാണ് ജമീമ. വ്യാജ മതപരിവർത്തന ആരോപണത്തിന്റെ പേരിൽ മതവർഗീയവാദികൾ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഈ കുടുംബത്തിന് കഴിഞ്ഞ ചില വർഷങ്ങളായി വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ ഏറെ കയ്പ് നീർ കുടിക്കേണ്ടി വന്ന പിന്നാമ്പുറവും ഈ താരത്തിനുണ്ട്. മുംബൈയിലെ ഒറ്റമുറി വീട്ടിൽ നിന്നാണ് ജമീമ ജസീക പോരാട്ടം ആരംഭിക്കുന്നത്. സഹോദരങ്ങളായ ഇനോക്കും എലിയും അടക്കം 5 പേരടങ്ങുന്ന ആ കുടുംബത്തിന് കഷ്ടിച്ച് കഴിയാൻ മാത്രമുണ്ടായിരുന്ന ആ ഒറ്റമുറി വീട്ടിൽ നിന്നാണ് 130 കോടി ജനങ്ങളുടെ അഭിമാന താരമായി ജമീമ മാറിയത്. ഏതു പ്രതിസന്ധിയിലും സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവവും തന്നെ മാനിക്കുന്നവരെ താനും മാനിക്കുമെന്ന തിരുവഴുത്തും ഇപ്പോൾ ജമീമയിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ആയാസകരമായ ഒരു വിജയത്തെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് തൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജമീമ പറഞ്ഞ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതിയെന്ന വചനം ജനകോടികൾ ഇപ്പോൾ നെഞ്ചേറ്റിയിരിക്കുകയാണ്. ജമീമ റോഡ്രിഗസിനും ടീം ഇന്ത്യക്കും അഭിവാദ്യങ്ങൾ.